പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. എൻ്റെ പേര് ഈസ. ഞാൻ FC പെരുമാതുറ അക്കാഡമിയിലാണ്. എൻ്റെ പേര് റാസിഖ്. ഞാൻ ഇപ്പോൾ തുടക്കകാലം മുതൽ FC പെരുമാതുറയ്ക്ക് വേണ്ടി കളിക്കുന്നുണ്ട്. എൻ്റെ പേര് ഇർഫാൻ. ഞാനിവിടെ പെരുമാതുറയാണ് താമസിക്കുന്നത്. ഞാനിവിടെ FC പെരുമാതുറയുടെ പ്ലെയർ ആയിരുന്നു. ഇപ്പോൾ നിലവിൽ ഞാൻ ഇപ്പോൾ MSPയിലാണ്, മലപ്പുറം MSPയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അവിടെയാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. നാളത്തെ പെരുമാതുറയുടെ വാഗ്ദാനമായ ഈ താരങ്ങളെ വാർത്തെടുത്തതിൽ FC ഫുട്ബോൾ ക്ലബ് പെരുമാതുറയുടെ സാരഥികൾക്ക് പ്രശ്നങ്ങൾ പറഞ്ഞാൽ ചാനലിൻ്റെ അഭിനന്ദനങ്ങൾ. ഞാൻ അനിൽ പുതുക്കുറിച്ചി, അകലെ പെരുമാറ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന FC പെരുമാതുറയുടെ പ്രസിഡന്റ് കൂടിയാണ്. ഞാൻ ഈ വോയിസ് മെസ്സേജുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നത് FC പെരുമാതുറ എങ്ങനെ രൂപീകരിക്കപ്പെട്ടു, ആ FC പെരുമാതുറയിലൂടെ ഞങ്ങൾ കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. 2020 നമ്മുടെ എല്ലാം പ്രിയങ്കരനും കേരള ഇലക്ട്രിസിറ്റി ബോർഡ് പ്ലെയറുമായ മുഹമ്മദ് യാസറാണ് ഈ ഒരാശയമായി ഞങ്ങളെ സമീപിക്കുന്നത്. ഞാനും നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഞങ്ങളുടെ സീനിയർ പ്ലെയറുമായിരുന്ന ഫിറോസ് അവറുകളും ഞങ്ങളുടെ സുഹൃത്തായിരുന്ന കടക്കാവ് സിയാദ് അവറുകളും അതുപോലെ മെഹ്റാജ് എന്ന ഞങ്ങളുടെ സുഹൃത്തും ഞങ്ങളുമായിട്ട് ചർച്ച ചെയ്യുകയും പിന്നെ ഞങ്ങൾ ഈ വിഷയം നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നമ്മുടെ പെരുമാതുറയിലെ മാധ്യമപ്രവർത്തകൻ നൗഷാദ് അവറുകളെയും അതുപോലെ തന്നെ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ പോലീസ് ഓഫീസറുമായിരുന്ന നവാദ് അവറുകളെ സമീപിക്കുകയും അവരുമായിട്ട് ചർച്ച നടത്തി. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് അന്ന് നാട്ടിലെ നല്ല പ്ലേയേഴ്സായിരുന്ന ബിലാൽ, സജിത്ത്, റഫ്സൽ, ഫാരിസ്, അല്ലമീൻ എന്നിവരുമായിട്ട് ചർച്ച നടത്തുകയും അങ്ങനെ ആദ്യത്തെ ഒരു ക്യാമ്പ് സജിത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുകയും രണ്ടാമത് ഫാരിസിൻ്റെ നേതൃത്വത്തിൽ നടത്തുകയും പിന്നെ റഫ്സൽ, അമീൻ അങ്ങനെ എല്ലാവരുടെയും നേതൃത്വത്തിൽ ഞങ്ങൾ ക്യാമ്പ് നടത്തിക്കൊണ്ടായി. ആ ക്യാമ്പ് ഇന്നും കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ട്. ആ ക്യാമ്പിൽ നിന്ന് ഞങ്ങൾ കണ്ടെത്തിയ കുറേ കുട്ടികളുണ്ടായിരുന്നു. അതിൽ ഒന്നാണ് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ അനുജൻ ഇർഫാൻ. ഇന്ന് മലപ്പുറത്ത് ഫേമസ് ആയ ഒരു MSF എന്ന് പറഞ്ഞുള്ളൊരു അക്കാഡമിയുണ്ട്. ആ അക്കാഡമിക്ക് വേണ്ടി ആ കുട്ടി ഇന്ന് കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റാസിഖ്, അതുപോലെ ഒട്ടനവധി കുട്ടികളെ ഞങ്ങൾ അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അവർ പല സംഘടനയ്ക്കും വേണ്ടി കളിക്കുന്നുണ്ട്. ഇനിയും അതുപോലെയുള്ള ഒരു സംഘ കുട്ടികളെ കണ്ടെത്തുകയും അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ നൽകുകയും അവരെ ഉയരങ്ങളിലെത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇതിനെല്ലാം ഞങ്ങൾക്ക് എടുത്തു പറയാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഈ ക്യാമ്പുകളിൽ പങ്കെടുത്ത കുട്ടികളുടെ പാരൻസിൻ്റെ ഭാഗത്തുനിന്ന് നല്ലവിധ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഒന്നാമത് അവിടെയാണ് ഞങ്ങളുടെ വിജയം. രണ്ടാമത് നമ്മുടെ ഈ പ്രിയങ്കരന അകലെ പെരുമാറുള്ള എല്ലാ നല്ലവരായ നാട്ടുകാരുടെയും സപ്പോർട്ടും സഹകരണവും ഉപദേശമാണ്. ഏത് കേസിൽ ചെന്ന് ഞങ്ങൾ പറഞ്ഞാലും ഞങ്ങളെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയും ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുന്ന അകലെ പെരുമാറുള്ള എല്ലാ നല്ലവരായ നാട്ടുകാർക്കും അതുപോലെ ഈ ക്യാമ്പുകളിൽപ്പെടുത്ത കുട്ടികളുടെ പാരൻസിനും ഞാൻ നന്ദി അറിയിക്കുന്നു. ഇനിയും ഞങ്ങൾ ഇതുപോലുള്ള കുട്ടികളെ കണ്ടെത്തുകയും അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ കൊടുക്കുകയും അവരെ ഉയരങ്ങളിൽ എത്തിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങളുടെ ഈ FC പെരുമാറ എന്ന ക്ലബ്ബ് പ്രവർത്തിക്കുന്നത്. ഇനിയും നിങ്ങളുടെ ഭാഗത്തുനിന്ന്, ഈ നല്ലവരായ നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഈ ക്യാമ്പുകളിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ പാരൻസിൽ നിന്നും നല്ലവിധ സപ്പോർട്ടും സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ യാത്ര തുടരുന്നു. ഇനിയും ഞങ്ങളുടെ ഈ യാത്രയിൽ നിങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നാളത്തെ പെരുമാതുറയുടെ വാഗ്ദാനമായ ഈ താരങ്ങളെ ഇങ്ങനെ വാർത്തെടുത്തതിൻ്റെ പിന്നിൽ ഫിറോസ് എന്ന ഫുട്ബോൾ പ്ലെയറിൻ്റെ പങ്ക് എത്രത്തോളമുണ്ടെന്ന് ഇതിനകം മനസ്സിലാക്കി കഴിഞ്ഞു. പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് താങ്കളെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. FC പെരുമാതുറ ഫുട്ബോൾ അക്കാഡമി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 2020-21 കാലഘട്ടത്തിലാണ്. അന്ന് 10-70 കുട്ടികളുണ്ടായിരുന്നു. പക്ഷേ അതിന് പിന്നീട് വേറെ പങ്കും കുട്ടികൾ എന്നറിയില്ല, കുറെയൊക്കെ പിരിഞ്ഞു പോയി, കുറച്ചുപേരുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ ഇതിനോടൊപ്പം ഉള്ളത് ഇവരാണ്. ഇനിയും ഒരു 1-2-3 പ്ലേയേഴ്സ് ഉണ്ട്, അവർ എത്തിയിട്ടില്ല. അവരും നല്ല ചെയ്യുന്ന കുട്ടികളാണ്. പിന്നെ ഇതിലുള്ള ഒരു
എടുത്തു പറയാനുള്ളത് ഇർഫാന്റെ കാര്യത്തിൽ പറയാനുള്ളത് ഇർഫാന്റെ ഒരു ഡെഡിക്കേഷനാണ്. ഇർഫാനിൽ എല്ലാ ഡിസിപ്ലിൻ, ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ എല്ലാം ഒത്തിണങ്ങിയ ഒരു പ്ലെയറാണ്. ആ ഒരു പിന്നെ മാത്രമല്ല ഇർഫാന്റെ വീട്ടുകാരിൽ നിന്ന് നല്ല സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇർഫാൻ ഇന്ന് ഈ ഒരു നിലയിലെത്തിയത്. പക്ഷെ മറ്റുള്ള പാരന്റ് അതിൽ അത്രത്തോളം ഒരു കമ്മിറ്റ്മെന്റ് എടുക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഏറ്റവും ഒടുവിലത്തെ ഒരു അനുഭവം പറഞ്ഞാല് ഈ കഴിഞ്ഞ ആഴ്ച NSBയിൽ സെലക്ഷൻ നടന്നു. ആ സെലക്ഷനിൽ നമ്മളൊരു 4 കുട്ടികളെ 4 കുട്ടികളെ നമ്മൾ ഇവിടുന്ന് 2009, 2010 നമ്മൾ സെലക്ട് ചെയ്തിരുന്നു. പക്ഷെ എന്തുകൊണ്ട് അവർ പോയില്ല? അവരുടെ പാരന്റ് അതിൽ ഒരു ഇതെടുത്തിട്ടില്ല, താല്പര്യം എടുത്തില്ല. പോയിരുന്നത് ഉറപ്പായിട്ടും കിട്ടുമായിരുന്നു. ഇർഫാന്റെ അടുത്ത് ചോദിച്ചാൽ അറിയാം. അത് ഷുവർ എന്നുള്ളത് ഇർഫാൻ പറയും ആയിരുന്നു. പക്ഷെ നമ്മൾ ഇങ്ങനെ അവസരങ്ങൾ തുലച്ചു കളയുന്ന ഒരു അവസ്ഥയിലാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാരന്റ്സിനെ പറ്റിയുള്ള ഒരു നല്ല ഇത് ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ തന്നെ അതിന് ക്യാമ്പിൽ അവർ നോക്കാറില്ല, അന്വേഷിക്കാറില്ല. എന്ത് നടക്കുന്നു, എന്റെ കുട്ടി എന്ത് ചെയ്യുന്നു, എന്താണ് അവന്റെ ഒരു പ്രോഗ്രസ്, ഇതുവരെയുള്ള ഇതൊന്നും അന്വേഷിക്കാറില്ല. വൈകുന്നേരം വരിക, പന്ത് കളിക്കുക, വീട്ടിൽ പോവുക. അതുകൊണ്ട് ഫുട്ബോളിൽ എന്ത് പ്രൊമോഷനാണുള്ളത്? ഒരു പ്രൊമോഷനുള്ള വർക്കൗട്ട് ചെയ്യാതെ നടക്കൂല. നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇർഫാൻ ഈ നിലയിലെത്തിയത്. അത് ചെയ്യാതെ ഒരിക്കലും എത്തൂല, ഒരു ഫുട്ബോളറും എത്തൂല. അത് എല്ലാവരുടെയും ഒരു തോന്നലാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അക്കാഡമി ഇവിടെ പിന്നെ തുടങ്ങി വെച്ചിട്ടുള്ളത്. അതിൽ താല്പര്യമുള്ളവർക്ക് വരാൻ പോകാം. ആരും 5 ചില്ലിക്കാശിന്റെ മുതൽ മുടക്കില്ല. ആരും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടല്ല ചെയ്യുന്നത്, ഫ്രീ ആയിട്ട് ചെയ്യണം. എന്നിട്ട് പോലും അതിനോടൊരു ഒരു ഒരു താല്പര്യം ആരും എടുക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മളിപ്പോ ഒരു 2-3 പേര് ചേർന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് അതിനുള്ളതെല്ലാം. അപ്പൊ ഞങ്ങള് അത്രത്തോളം ബുദ്ധിമുട്ട് ചെയ്യുമ്പോൾ ഒരു അഭിപ്രായ പ്രകടനങ്ങൾ നടത്താനായിട്ട് നാട്ടുകാർ തയ്യാറായില്ലെങ്കിൽ പിന്നെ അത് കൊണ്ടുപോകുന്ന എങ്ങനെയെന്ന് ഞാൻ പറയാൻ അറിയാമല്ലോ. അത് മുമ്പോട്ട് പോകുന്ന ഒരു അവസ്ഥ. അപ്പൊ അത് അങ്ങനെ ഒരു പരിഭവം നമുക്കുണ്ട്, ഇല്ല എന്നല്ല, ഉണ്ട്. അതിനെ നമുക്ക് മാറ്റിയെടുത്തേ പറ്റൂ. എൻ്റെ പേര് ഇർഫാൻ. ഞാനിവിടെ പെരുമാതുറയാണ് താമസിക്കുന്നത്. ഞാനിവിടെ FC പെരുമാതുറയുടെ പ്ലെയർ ആയിരുന്നു. ഇപ്പോൾ നിലവിൽ ഞാൻ ഇപ്പോൾ MSBയിലാണ്, മലപ്പുറം MSBയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അവിടെയാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ സ്റ്റാർട്ടിങ് ഞാൻ ഇവിടെ നിന്ന് FC പെരുമാതുറയിൽ നിന്ന് ട്രിവാൻഡ്രം ജില്ലയ്ക്ക് വേണ്ടിയിട്ട്, ട്രിവാൻഡ്രം ജില്ല ജൂനിയർ ടീമിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് കളിച്ചിട്ടുണ്ടായിരുന്നു, ഇന്റർ ഡിസ്ട്രിക്റ്റ്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ MSBയിലോട്ട് പോയത്. എനിക്ക് MSBയിൽ പോയതിനു ശേഷം നല്ലൊരു ഇതാണ് ഉണ്ടായിട്ടുള്ളത്. എനിക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അതിനേക്കാളുപരി അവിടെ നിൽക്കുമ്പോൾ എനിക്ക് കുറേയധികം ടൂർണമെന്റുകൾ കളിക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ അവിടെ പോയതിനു ശേഷം എനിക്ക് ചാർക്കോള ടൂർണമെന്റ് കളിക്കാൻ പറ്റിയിട്ടുണ്ട്, പിന്നെ റിലയൻസ് കളിച്ചിട്ടുണ്ട്. പിന്നെ അവസാനമായിട്ട് ഞാൻ ഇപ്പോൾ I ലീഗ് കളിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇനിയിപ്പോൾ എനിക്ക് എക്സാം ആയിട്ടുണ്ട്, ഫൈനൽ എക്സാമിൻ്റെ പ്രിപ്പറേഷനിലാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് വെക്കേഷന് അവിടെ ടൂർണമെന്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകും വെക്കേഷൻ ടൈമിൽ. ഇനി അവിടെ നിന്ന് +2 പഠിച്ചിറങ്ങിയതിന് ശേഷം എനിക്ക് വേറെ നല്ല ക്ലബ്ബുകളിലേക്ക് മുന്നോട്ട് പോകാനുള്ളതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വർക്ക് ചെയ്യുന്നതും. അപ്പോൾ മുന്നോട്ട് പോവുക, അത് തന്നെ. ഇങ്ങനെയുള്ള നല്ല നല്ല ക്ലബ്ബുകളിലൊക്കെ ആഗ്രഹമുണ്ട് കയറാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യും, പരിശ്രമിക്കും, അത് തന്നെ. എനിക്കിപ്പോൾ MSBയിൽ നിന്ന് +2 കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് കയറാനാണ് ആഗ്രഹം. ഈ നോക്കുന്നത് MG യൂണിവേഴ്സിറ്റിയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അങ്ങനെയുള്ള നല്ല നല്ല കേരളത്തിൽ നല്ല കോളേജുകളിൽ കയറാനാണ് ഞാൻ നോക്കുന്നത്. പിന്നെ അതല്ലാതെ നല്ല ക്ലബ്ബുകളിൽ കിട്ടുകയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകാനും ആഗ്രഹിക്കുന്നുണ്ട്. വീട്ടുകാർ ഇതിന് നല്ല സപ്പോർട്ടാണ്. എൻ്റെ ഈ കാര്യത്തിന്, ഞാൻ കളിക്കുന്നതിൻ്റെ ഇതിൽ തന്നെ എനിക്ക് നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ട്. ഞാൻ പോകുന്ന ട്രയൽസിലെല്ലാം എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. പാരൻസ് എനിക്ക് എൻ്റെ ഒപ്പം നിന്നിട്ടുണ്ട്. അതുപോലെ നാട്ടുകാരുടെ ഇതിൽ നിന്നും എനിക്ക് കുറേ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ജില്ല കളിക്കാൻ പോയ സമയത്ത് നാട്ടുകാർ, എൻ്റെ ഇവിടുത്തെ പ്രദേശത്തുള്ള ആൾക്കാർ എന്നെ കുറേ ആൾക്കാർ ഇതിന് വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട്. അങ്ങനെ അവരുടെ കുറേ സപ്പോർട്ടും പിന്നെ എൻ്റെ ഈ ഇവിടുത്തെ ക്യാമ്പിലെ സപ്പോർട്ടും കൂടെ ആയിട്ടാണ് ഞാൻ ജില്ല കളിച്ചത്. അതുപോലെ എനിക്ക് ഈ ക്യാമ്പിൽ നിന്ന് എനിക്ക് ആ ടൈമിലൂടെ കോച്ചിങ് കൊടുത്തുകൊണ്ടിരുന്നത് റഫ്സലിക്കായിരുന്നു. റഫ്സലിക്ക് എൻ്റെ ഇതിന് വേണ്ടിയിട്ട് കുറേ അധികം നിന്നിട്ടുണ്ട്. എനിക്കിവിടെ ജില്ലാ ക്യാമ്പിൽ പോകാനായിട്ട് എൻ്റെ ക്യാമ്പിൻ്റെ ടൈമിൽ എനിക്ക് അവിടുത്തെ പ്രാക്ടീസിനെത്താനായിട്ട് എന്നെ കുറേ അധികം ഹെൽപ്പ് ചെയ്തത് റഫ്സലിക്കായിരുന്നു. എന്നെ രാവിലെ ഇവിടെ നിന്ന് അവിടെ എത്തിക്കുന്നതും അവിടെ ക്യാമ്പിൽ എന്നെ അവിടെ എത്തിച്ച് എന്നെ അതിലേക്ക് ഇറങ്ങാനായിട്ടൊക്കെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ജില്ല കളിക്കാനായിട്ട് എനിക്ക് ജില്ലയുടെ ഒരു ഇതിന് സൈൻ ചെയ്യണമായിരുന്നെങ്കിൽ എനിക്ക് ഇവിടെ പ്ലെയർ ഐ ഡിയുടെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സിയാദാമ്മയുടെ
ഒരു ഇത് ഹോൾഡ് വെച്ചിട്ടാണ് എനിക്ക് പ്ലെയർ ഐ ഡി സെറ്റ് ചെയ്ത് തന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഇതിൽ എത്താനായിട്ട് എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തത് ഇവരൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇനിയും അവരുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലായിടത്തും എനിക്ക് വളരെയധികം കടപ്പാടുണ്ട്. എൻ്റെ പേര് ഈസൻ, ഞാൻ FC പെരുമാതുറ അക്കാഡമിയിലാണ്. തുടങ്ങിയ കാലം തൊട്ടേ ഇതിലുണ്ട്. എനിക്കും ഇർഫാനെ പോലെ നിലവാരമുള്ളൊരു നല്ലൊരു പ്ലെയർ ആവണം. എൻ്റെ പേര് റാസിഖ്. ഞാനിപ്പോ തുടക്കകാലം മുതൽ FC പെരുമാറയ്ക്ക് വേണ്ടി കളിക്കുന്നുണ്ട്. ഇപ്പോൾ അവരുടെ സീനിയർ ടീമായിട്ടുള്ള JCCക്ക് വേണ്ടിയിട്ട് നിലവിൽ കളിക്കുന്നു. ഇപ്പോൾ +2 ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഞാൻ നല്ല രീതിക്ക് ഫുട്ബോൾ കളിച്ച് ഇർഫാനെ പോലെ ഓരോ ക്ലബിലും കയറിപ്പെടാനായിട്ട് നല്ല രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. FC പെരുമാതുറ അക്കാഡമിയിലും നല്ല അനുഭവമാണ്. ഞാനിപ്പോൾ 4 വർഷമായിട്ട് ഈ ക്ലബിൽ ഉണ്ട്. ഇവിടെ നല്ല പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ എനിക്ക് സ്പെയിനിൽ പോകാനും അതേപോലെ സ്പോർട്ടോ സോക്കർ ക്ലബിലും ബാംഗ്ലൂർ A ഡിവിഷൻ ക്ലബായ സ്റ്റേഡിയം FCയിലും സെലക്ഷൻ ലഭിച്ചായിരുന്നു. സ്പോൺസേഴ്സിന് ഒന്നും കിട്ടാത്തതുകൊണ്ട് എനിക്ക് ആ ക്ലബിലൊന്നും ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാനിപ്പോൾ 3 ദിവസം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കൂടെ റോൺഷാ സാറിൻ്റെ കീഴിൽ ക്യാമ്പിന് പോയായിരുന്നു. അവിടെയും നല്ല അനുഭവമായിരുന്നു. എന്നെ സഹായിച്ച ഫിറോസ് മാമാക്കായാലും സിയാദ് മാമ, റഫ്സലിക്ക, അമീനിക്ക, സാജിദ്ക്ക, ഫാരിസിക്ക, അങ്ങനെ ഒരുപാട് പേര് ഈ ക്ലബിന്റെ ഇതിലായിട്ടുണ്ട്. ഇവർക്ക് എല്ലാവർക്കും 1000 നന്ദി. സാമ്പത്തികമായ ബാധ്യത വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. നിലവിൽ ഈ സാമ്പത്തികം നിങ്ങൾ എങ്ങനെ പരിഹരിക്കുന്നു? സാമ്പത്തികമായ ഒരു ബാധ്യതയെ പറ്റിയും അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് അതിനൊക്കെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ നിലവില് ഞാനൊരു സ്ഥിര വരുമാനക്കാരനല്ല. നിലവില് അനിൽ കമാലുദ്ദീനാണ് ഇതിന്റെ രക്ഷാധികാരി. പുള്ളിയാണ് കൂടുതലും ഇതിനു വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ സിയാദും ഈ നാട്ടുകാരനല്ല, നിലയ്ക്കാവിലുള്ളതാണ്. പുള്ളി ഇതിനു വേണ്ടിയിട്ട് ഊണും ഉറക്കം കഴിഞ്ഞാണ് നിൽക്കുന്നത് ഇതിന്റെ പിന്നാലെ. പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന് ഗൾഫിൽ ഉള്ള ഒരു 1-2 വ്യക്തികൾ നമുക്ക് വേണ്ടിയിട്ട് നല്ലവണ്ണം പിന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവർ പ്രത്യേകിച്ച് നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ പേര് നിങ്ങൾ പ്രസിദ്ധപ്പെടുത്തണ്ട, ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. അവരൊക്കെയാണ് ചെയ്യുന്നത്. വേറെ നമുക്ക് പൊതുവിൽ ജനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഒരു പൊതു കളക്ഷനോ ഇങ്ങനെയുള്ള ഒന്നുമില്ല. ഓൾറെഡി ഈ ക്യാമ്പിൽ വർക്ക് ചെയ്യുന്ന കുട്ടികളുടെ പാരന്റ് പോലും ഇതിൽ ഒരു നയ പൈസ ഫീസായിട്ട് കൊടുക്കുന്നില്ല. ചെയ്യുന്നവരെല്ലാം ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ തുടക്കത്തിൽ നമുക്ക് ചെയ്തത് സജിത്താണ്. സജിത്ത് പ്രവാസിയായിട്ട് പോയി, ജോലിക്ക് പോയി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ മുന്നിൽ അടുത്ത കാര്യം ഒരു ചോദ്യം വന്ന സമയത്ത് അന്ന് അസിസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് റഫ്സൽ കുറെ കാലം ചെയ്തു. റഫ്സലിന്റെ ഒരു കാലഘട്ടം, നല്ല അക്കാഡമിയുടെ നല്ല കാലഘട്ടം. പിന്നീട് അതിനുശേഷം വന്ന ഫാരിസും ഗൾഫിൽ പോയി. പിന്നീട് ഏറ്റവും കൂടുതൽ അല്ലമീനായിരുന്നു. അല്ലമീന്റെ എന്തോ ആവശ്യപ്രകാരം തൽക്കാലത്തേക്ക് നിർത്തി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ അക്കാഡമി ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ എക്സാം മറ്റുള്ള കുട്ടികളുടെ ഇതൊക്കെ ആയിട്ട് ഈ വെക്കേഷനിൽ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് താല്പര്യമുള്ള കുട്ടികളെ ആർക്ക് വേണമെങ്കിലും ഇതിൽ അഡ്മിറ്റ് ചെയ്യാം. മാത്രമല്ല നമ്മളിവിടെ ഒരുപാട് സംരംഭങ്ങൾ, അതായത് ലഹരിക്കെതിരെ എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതെല്ലാം ഇവിടെ ഇങ്ങനെ കത്തി തീരുന്നത് പോലെയാണ് ഈ ഗ്രൗണ്ടിനകത്ത്. വേറെ അതിന് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം. അപ്പൊ ഓൾറെഡി നമ്മളെപ്പോലെ മറ്റു കാര്യങ്ങളിൽ കായിക ഇനങ്ങൾ വേറെ ഉണ്ടല്ലോ, അതിലോട്ട് വളരെ പിന്നെ ടാലന്റ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികൾ ഈ നാട്ടിലുണ്ട്. അവരെ അതിൽ ഇൻവോൾവ് ആക്കി കഴിഞ്ഞാൽ തന്നെ യുവാക്കളിൽ ഇത്തരം പ്രവണതകളിൽ ഒരുപാട് മാറ്റം ഉണ്ടാവും, ഉറപ്പാണ്. പക്ഷെ അതിനു വേണ്ടിയിട്ട് നമ്മളെപ്പോലെ ആരും മുന്നിട്ട് ഇറങ്ങുന്നില്ല. ഇത് കുറച്ച് റിസ്ക് ആണ്. കാര്യം ഒരുപാട് പ്രതിസന്ധികൾ ഇതിൽ ഉണ്ടെന്നുള്ളതാണ് മറ്റൊരു സത്യാവസ്ഥ. പക്ഷെ ഞങ്ങള് ആ പ്രതിസന്ധികളെ ഓപ്പർച്യൂണിറ്റിയാണ് ഞങ്ങൾ കാണുന്നത്. അപ്പൊ അത് നമ്മൾ ഓവർകം ചെയ്ത് പോകുന്നുണ്ട്, അതുണ്ടാകും. അപ്പൊ അതും മറ്റുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എല്ലാം നമ്മളെ കൊണ്ട് ചെയ്യാന്ന് പറയാൻ നടക്കുന്ന കാര്യം. നമ്മൾ ഇതിൽ മാത്രമാണ് ഇൻവോൾവ് ചെയ്യുന്നത്. ഞങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്റെ കാര്യത്തിലായാലും മറ്റുള്ളവരുടെ കാര്യത്തിലായാലും. വെറുതെ റാസിക്ക്, ഞങ്ങളുടെ അടുത്തൊരു ടാർഗറ്റ് റാസിക്ക് ഇസാനൊക്കെയാണ്. വേറെ 2 കുട്ടികളുണ്ട്. പക്ഷെ ഇതിലുള്ളത് റാസിക്കിനെന്ന് പറഞ്ഞ ഫാമിലി സപ്പോർട്ടുണ്ട്. പക്ഷെ സാമ്പത്തികമായി ഡള്ളാണ്. ഇസാനും അതുപോലെ തന്നെയാണ്. എന്നാലും ഞങ്ങൾ അവരെ ഏറ്റെടുത്തിട്ടുണ്ട്.
മറ്റുള്ളവര് റാസിക് ഒറ്റയ്ക്ക് എല്ലാ ഇതിലും പോകുന്നുണ്ട്, മറ്റുള്ള ട്രയൽസിലും കാര്യങ്ങളിലും. റാസിക് ഓൾറെഡി എല്ലാ ട്രയൽസിനും ഒറ്റയ്ക്കാണ് പോകുന്നത്. അതിനു വേണ്ടിയിട്ട് പിന്നെ വീട്ടുകാരിൽ നിന്ന് സപ്പോർട്ട് ഉണ്ട്, പക്ഷെ വീട്ടുകാരിൽ ഫിനാൻസ് ഇല്ല, ഫണ്ടില്ല. അപ്പൊ ഇപ്പൊ ഈ അടുത്ത സമയത്ത് തന്നെ റാസിക്കിനെ നമ്മൾ KUFC-യിൽ 1 മാസത്തെ കോച്ചിങ്ങിന് ഇതിന് വിട്ടിട്ടുണ്ടായിരുന്നു, ഒരു ട്രയൽസ്. അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അവരുടെ കോച്ച് എന്ന് പറയുന്നത് പിന്നെ കൊറിയക്കാരനല്ലേ, മെയിൻ കോച്ചാണ്. പുള്ളിയുടെ അണ്ടറിലാണ് ചെയ്തത്, AFC ചാമ്പ്യൻസ് ലീഗിന്റെ. അതെ. അപ്പോ അവിടെ എന്ന് പറയുന്നത് അതിനും സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു. ഈ സാമ്പത്തിക ബാധ്യത എന്ന് പറയുന്നത് ഏറ്റെടുക്കാൻ ആരുമില്ലായിരുന്നു. പിന്നീട് അത് നമ്മൾ പരിശ്രമിച്ചിട്ട് യൂത്ത് ലീഗിന്റെ ഫസ്ലക്ക് എന്നെ നമ്മൾ സമീപിക്കുകയും ഫസ്ലക്ക് ഏതാനും മണിക്കൂറുകൾ കൊണ്ടാണ് അത്രയും ഫണ്ട് സെറ്റ് ചെയ്ത് റാസിക്കിനെ വിടുന്നത്. കൂടാതെ റാസിക്ക് ഒരു 3 ദിവസം ബ്ലാസ്റ്റേഴ്സിലുണ്ടായിരുന്നു. പക്ഷെ ഏജ് കൂടുതലായതുകൊണ്ട് അവിടെ അവര് ശരിക്കും പറഞ്ഞാൽ അഡ്മിറ്റ് ചെയ്തില്ല. അങ്ങനെ എല്ലാവരും പോകുന്നുണ്ട്. പക്ഷെ മറ്റുള്ളവർക്ക് പോകാൻ യഥാർത്ഥത്തിൽ ഇതിൽ പോകേണ്ട പാരന്റാണ് കൂടെ പോകേണ്ടത്. പാരന്റ്സ് പോകുന്നില്ല. പാരന്റ്സ് പോകുമ്പോഴേ അതിന്റെ ബുദ്ധിമുട്ട് അറിയാവൂ എന്തൊക്കെയാണെന്ന്. അവർ പോകാത്തതുകൊണ്ട് അറിയുന്നില്ല. അങ്ങനെ ഒരു സ്ഥിതി സംജാതമാകുമ്പോൾ മറ്റു കുട്ടികൾ രക്ഷപ്പെടും. ഒരുപാട് കായിക താരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്, ഫുട്ബോളിൽ തന്നെ മികച്ച പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷെ ഇവരെയൊന്നും ശരിക്കും ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ആരുമില്ല, ഫാമിലിയിലില്ല, പബ്ലിക്കിലും ഇല്ല. അപ്പൊ ഒരു അപാകത ഇവിടെ ഉണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, ഉണ്ട്. അത് അങ്ങനെ വരുമ്പോൾ മാത്രമേ ഈ കുട്ടികൾ എത്തേണ്ട ഒരു സ്ഥലത്ത് എത്തിപ്പെടൂ. അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത് ഇങ്ങനെ തന്നെ പോകും. അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി അടുത്ത പുറത്തുനിന്നൊക്കെ സ്റ്റുഡന്റ് അടുത്ത വെക്കേഷൻ കഴിഞ്ഞിട്ട് വരുന്നുണ്ട് മറ്റ് സമീപപ്രദേശത്ത് നിന്ന്. അവരെ ഉൾക്കൊള്ളിച്ച് പോകുന്നുള്ളതാണ്. അതിനുശേഷം നമുക്ക് ഇവരെ ഡിവിഷൻ കളിപ്പിക്കുക എന്നുള്ളതും നമ്മുടെ ഒരു ലക്ഷ്യമാണ്. ഇവിടെ ഒരുപാട് പിന്നെ ഇന്റേണൽ ആയിട്ട് കുറെ ടൂർണമെന്റുകൾ നടക്കുന്നുണ്ട്. അതായത് ഇപ്പോ നടന്ന എന്താ MSL, പിന്നെ PSSL, അങ്ങനെ ഈ ക്രിക്കറ്റ് ടൂർണമെന്റ് ആയാലും ഏതായിരുന്നാലും ഇതെല്ലാം നമ്മുടെ ഒരു ഏരിയ ടൂർണമെന്റ് പോലെ ഇതിനകത്തുള്ളവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നു. പക്ഷെ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു ഇമ്പാക്ട് ഉണ്ടാവണമല്ലോ. ഇതിൽ നിന്ന് മികച്ച കായിക താരങ്ങളെ സെലക്ട് ചെയ്ത് ടീമാക്കി നമ്മൾ എവേ ചെയ്യുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതാണെങ്കിൽ അതുകൊണ്ട് ആ ഫണ്ടിങ് കൊണ്ടൊരു ഉപയോഗമുണ്ട്. പക്ഷെ ഇതിവിടെ അവസാനിക്കുകയാണ്. നമ്മളൊരു ഇത് കത്തിച്ചതുപോലെ എരിഞ്ഞിവിടെ തീരുന്നു. വീണ്ടും ഇതിൽ പങ്കെടുക്കുന്നവർ എപ്പോ പഴയ സ്റ്റേജ് ഉണ്ടായിരുന്നോ അതിൽ തന്നെയാണ് അവർ വീണ്ടും ചെന്നെത്തുന്നത്. പക്ഷെ അതിനേക്കാൾ ഉപരി എന്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സംഗതികള് ഭാവിയിൽ എങ്ങനെ യുവാക്കൾക്ക് ഗുണം ചെയ്യും, എന്തെങ്കിലും ഗുണം ഉണ്ടാക്കുന്നുണ്ടോ എങ്കിൽ നമ്മൾ അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു ഫലമുണ്ട്. അപ്പൊ അത് വന്നാൽ മാത്രമേ ഇതുകൊണ്ട് ഒരു ഉപയോഗമുള്ളൂ എന്ന് എന്റെ ഒരു അഭിപ്രായമാണ്. മറ്റുള്ള എനിക്കറിയില്ല. അതിൽ കുറച്ചുകൂടി ആ അഭിപ്രായത്തിൽ ഒന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. മിനിമം അത് കഴിഞ്ഞിട്ട് ഇവരിൽ നിന്ന് നല്ല താരങ്ങളെ എടുത്തുകൊണ്ട് ജില്ലാ ടൂർണമെന്റുകളോ ഓൾ കേരള ടൂർണമെന്റുകളോ നടത്തുമ്പോഴേ ഇതിൽ പങ്കെടുക്കുന്നവർക്ക് എന്താണ് ഈ സംഭവം എന്ന് നല്ലൊരു അവരിലൊരു ഇതുണ്ടാവും. ഫുട്ബോൾ ആയാലും ക്രിക്കറ്റ് ആയാലും എന്തായിരുന്നാലും. കാര്യം ഔട്ട്സൈഡിലെല്ലാം നടക്കുന്നത് അങ്ങനെയാണ്, ഇതിന് ചുറ്റിലും നടക്കുന്നത് അങ്ങനെയാണ് അവർ ശരിക്കും പറഞ്ഞു തന്ന ഭാവിയിലോട്ടുള്ള ടീമുകളെ എടുക്കുന്നതും തിരഞ്ഞെടുക്കുന്നതും അവരെ ശരിക്കും പറഞ്ഞു തരുന്ന ടൂർണമെന്റുകൾ കളിപ്പിക്കുന്നതും അവർക്ക് വേണ്ട സപ്പോർട്ട് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അപ്പൊ ഇത് എന്റെ ഒരു ചോദ്യമല്ല, ഇത് പുറമേ നിന്ന് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അത് ഞാൻ ഇതിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പൊ അത് ഒന്ന് അവര് ചർച്ച ചെയ്യുന്നത് നന്നായിരിക്കും എന്നാണ് എന്റെ ഒരു അഭിപ്രായം. നല്ല കാര്യമാണ്. അപ്പോ അതിനോടൊപ്പം അതുകൊണ്ട് ശരിക്കും ഒരു പ്രയോജനം ഇതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട്. ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. പക്ഷെ തിരിച്ച് നമ്മൾ ഈ 4 വർഷത്തിനിടയിൽ നമുക്ക് ഒന്നുമില്ലെങ്കിൽ ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും ഇർഫാന ഉണ്ട്. ഇതിന്റെ നമ്മളെ സീനിയർ ആയിട്ടുള്ള ബിലാലുണ്ട്, ഗോകുല FC-യിൽ വർക്ക് ചെയ്യുന്നു. അതിനു മുമ്പ് നമുക്ക് മുഹമ്മദ് യാസർ ഉണ്ടായിരുന്നു, ബിലാലിന്റെ ജ്യേഷ്ഠൻ. പിന്നെ KCB-യിൽ കുറെ കാലം ചെയ്യുകയും പിന്നീട് ഇപ്പോ റിട്ടയർ ആയി. എങ്കിലും ബിലാലിനെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ബിലാലും KCB നിന്നാണ് പോയത്. ഗോകുലത്തിൽ ഇപ്പൊ KP-ൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ പുറത്ത് എത്താതെ അറിയപ്പെടാതെ നമ്മൾ വെറുതെ ഇവിടെ ഒരു ഫുട്ബോളോ അല്ലെങ്കിൽ ക്രിക്കറ്റോ കളിച്ചിട്ട് എന്താണ് അതിലുള്ള അർത്ഥം എന്നാണ്. ടൈം പാസ് എന്റർടൈൻമെന്റ് എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ഉപയോഗമില്ല. ആ എന്റർടൈൻമെന്റും ടൈം പാസും പിന്നീട് ചെന്നെത്തുന്നത് നേരത്തെ പറഞ്ഞ സംഭവത്തിലോട്ടായിരിക്കും.
അതുകൊണ്ടാണ് ഞാൻ ആ അഭിപ്രായം പറഞ്ഞത്. അത് യോജിക്കാം അതിനോട്. അപ്പൊ ഈ ഒരു വിഷയത്തിൽ ഒക്കെ എനിക്ക് അത്രയാണ് പറയാനുള്ളത്. ബാക്കി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ തീർച്ചയായിട്ടും ഇൻഷാ അല്ലാ വെക്കേഷൻ കഴിഞ്ഞ് നമുക്ക് വേറൊരു കോച്ച് വരുന്നുണ്ട്. അപ്പൊ അയാളുടെ കീഴിൽ നമ്മൾ കുറെ പരിമിതമായ കുട്ടികളെ എടുക്കുന്നുള്ളൂ, ഒരുപാട് നമ്മൾ എടുക്കുന്നില്ല. അവരെ കൊണ്ടൊരു ഫീസ് ഒക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. FC പെരുമാത്ര എന്ന് പറയുന്ന ഈ അക്കാഡമി ശരിക്കും പറഞ്ഞു വരുന്ന ഇതിന്റെ മാതൃസംഘടന എന്ന് പറയുന്നത് ഡ്യുവൽ കമ്പൈൻസ് ആണ്. അവ JCSE എന്ന ചുരുക്കപ്പേരിൽ നമ്മൾ ഓൾ ഇന്ത്യ ഓൾ കേരള ടൂർണമെന്റുകൾ കളിക്കുന്ന ഒരു ക്ലബ്ബാണ്. അപ്പോ അത് ശരിക്കും കണ്ടക്ട് ചെയ്യുന്നത് JCSE ആണ്. JCSEയിൽ ഇവര് ഇപ്പോ ശരിക്കും പറഞ്ഞ പ്രൊമോഷൻ ആയിട്ടുണ്ട്. ഇവര് ഇർഫാനായാലും റാസിഖ് ഇസാനെല്ലാം ഓൾറെഡി 2005 നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്ത ടൂർണമെന്റ് കൊല്ലത്ത് നമ്മൾ ഇപ്പൊ വിൻ ചെയ്ത ടൂർണമെന്റിൽ ഇർഫാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. രണ്ടാമത് നമ്മൾ വിൻ ചെയ്ത ടൂർണമെന്റിൽ റാസിഖും ഇസാന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. പിന്നെ നമ്മൾ കളിച്ച ഒരു 2 ടൂർണമെന്റുകൾ നമ്മൾ പരാജയപ്പെട്ട്. ഇനിയിപ്പോ നമ്മൾ നെക്സ്റ്റ് കളിക്കുന്നത് മരിനാട് BPBPML നടത്തുന്ന ടൂർണമെന്റിലാണ് അടുത്ത നമ്മുടെ എൻട്രി. അപ്പൊ നല്ല നല്ല ടൂർണമെന്റുകൾ JCSE കളിക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഈ വളരെ തുടക്കകാലം മുതലേ നമുക്ക് ഉള്ളതാണ്. അന്നേ ഈ പറഞ്ഞ എല്ലാ പ്ലേയേഴ്സും വന്ന മുതലേ ഉണ്ട്. JCSEയിൽ തന്നെയാണ് ബിലാലായാലും ഏറെക്കുറെ കളിച്ചിട്ടുണ്ട്, മുഹമ്മദ് കളിച്ചിട്ടുണ്ട്, എല്ലാവരും. ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഫണ്ടുകളും ചെയ്യുന്ന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് അനിലാണ്, രണ്ടാമത് ഈ സിയാദാണ്. സിയാദ് ഞാൻ പറഞ്ഞില്ലേ അന്യനാട്ടുകാരനാണ്, എങ്കിലും അദ്ദേഹത്തിന് ഇതിനോടുള്ള ഒരു വല്ലാത്തൊരു ഡെഡിക്കേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇതിൽ നിർത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നാട്ടിലോ വീട്ടിലോ മറ്റുള്ളിടത്തോ കുട്ടികളില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ചെയ്യാൻ കഴിയാത്തത് കൊണ്ടോ അല്ല, പുള്ളി ഒരു വോളിബോൾ പ്ലെയർ ആണ്. അപ്പോ അദ്ദേഹത്തിന്റെയും വളരെ ഒരു നല്ല പരിശ്രമം ഇതിന്റെ പിന്നിലുണ്ട്. അതിനെ നമ്മൾ എടുത്തു പറഞ്ഞേ പറ്റൂ. മറ്റ് അതുപോലെ രംഗത്ത് കുറച്ച് ആൾക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഫുട്ബോളിൽ ഒരുപാട് മാജിക്കുകൾ നമുക്ക് കാണിക്കാൻ പറ്റും. അത് നമുക്ക് അതിൽ ആത്മവിശ്വാസമുണ്ട് നമുക്ക്. കാരണം നമ്മൾ ഇത്രയും കാലത്ത് നമ്മളെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് പറയാൻ കഴിയും. കാരണം നമ്മൾ ഇവിടുന്ന് എത്രയോ ടൂർണമെന്റുകളും എത്രയോ നാടുകളിലും നമ്മൾ സഞ്ചരിച്ച് ഒരുപാട് നമുക്കങ്ങനെ കുറെ എക്സ്പീരിയൻസ് ഉള്ളതാണ്. കുറെ എക്സ്പീരിയൻസ് പ്ലേയേഴ്സും നമുക്കുണ്ട്. ഇപ്പോ തിരുവനന്തപുരം ജില്ലയിലെ തന്നെ മികച്ച ഒരുപാട് കളിക്കാർ നമ്മളെ JCSEയിൽ കളിക്കുന്നുണ്ട്. അതുകൊണ്ട് അതേ ഒരു തലത്തിൽ ഇവരെയൊക്കെ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളെ ലക്ഷ്യം.